ഇതിലേക്ക് ഞാൻ മിക്സ്ഡ് പൊടിയാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ബാജ്റ, രാഗി, മണിച്ചോളം. ഇതിലേക്ക് കുറച്ച് ഉപ്പും ഒരു കോഴിമുട്ടയും പിന്നെ കുറച്ച് ഫ്രഷ് കോക്കനട്ട് അത് ഇതിലേക്ക് ആഡ് ചെയ്ത് ഇങ്ങനെ ജ്യൂസ് മെഷീനിലിട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇതേപോലെ സൈഡിലൊക്കെ വന്ന് ഇങ്ങനെ ഒട്ടിപ്പിടിക്കാതിരിക്കുക, ഇങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് സൈഡിൽ പിടിക്കാതിരിക്കാനാണ്. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഇങ്ങനെ ബ്ലെൻഡ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആയിക്കോട്ടെ. അപ്പോൾ നല്ലൊരു സോഫ്റ്റ് കിട്ടും. ഇതേ പരുവത്തിൽ കൂടുതൽ വെള്ളം കട്ടിയാവാൻ പാടില്ല, ലൂസാവാൻ പാടില്ല. അങ്ങനെ ഇതേപോലെ എടുത്തിട്ട് ഇങ്ങനെ അയക്കണം. ഞാൻ അതിന് ഈ ദോശ ചുടുന്ന ചട്ടി എണ്ണമഴം പുരട്ടി വെക്കാറുണ്ട്. അത് കഴുകിയിട്ട് ഇപ്പോഴാണ് കഴുകേണ്ടത്, ഉണ്ടാക്കുന്നതിന് മുമ്പ്. അങ്ങനെ ഇതേപോലെ വീണ്ടും എണ്ണ ഞാൻ ഒലീവ് ഓയിലാണ് ഉപയോഗിക്കാറ്. ഇതേപോലെ ഒഴിച്ച് കഴിഞ്ഞാൽ ഒന്ന് മൂടി വെക്കാം. മൂടി വെച്ചിട്ടൊരു 3 മിനിറ്റ്. ചില ആളുകൾക്ക് കുറച്ച് ഇങ്ങനെ ഹാർഡാവണം, ക്രിസ്പി ആവണമെന്നുണ്ടെങ്കിൽ ഒരു 3-4 മിനിറ്റൊക്കെ വെക്കാം. അല്ലെങ്കിൽ സോഫ്റ്റാണിത്. എല്ലാ കറിക്കും, മീൻ കറി, കടലക്കറി, ഏത് കറിക്കും ഉപയോഗിക്കാം. നമ്മൾ സാധാരണ അരി കൊണ്ടുണ്ടാക്കുന്ന ദോശേൻ്റെ അതേപോലെ ഇതിൽ മറ്റേ തടി കുറക്കുന്ന വെയിറ്റൊക്കെ ലോസ് ആവാൻ നല്ല ഉപകാരമാണ് ഇതുകൊണ്ട്. അതേപോലെ അതിൻ്റെ അളവ് കുറച്ചാൽ മതി, നല്ല തടി പെട്ടെന്ന് കുറയും. ഇപ്പോൾ നമ്മളൊരു 5 എണ്ണം കഴിക്കുന്ന ഒരു 3 എണ്ണം കഴിക്കാം ഇതേ പരുവത്തിൽ. അതേപോലെ ഇത് കഴിഞ്ഞാൽ ഇതേപോലെ എണ്ണമയം പുരട്ടി വെക്കുക. പിന്നെ ഉപയോഗിക്കുന്നതിന് മുമ്പ് കഴുകിയാൽ മതി.